നമ്മുടെ 4th മൊഡ്യൂളിലത്തെ സെക്കൻഡ് ചാപ്റ്ററാണ് കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസ്. നമ്മൾ പറഞ്ഞ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 കൺട്രോൾ ചാർട്ട്സ് ആണുള്ളത്. ഫസ്റ്റത്തത് മെയിൻ ചാർട്ടും രണ്ടാമത്തത് ആർ ചാർട്ടും. മെയിൻ ചാർട്ട് അഥവാ എക്സ് ബാർ ചാർട്ട് എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മുടെ സാമ്പിൾസിൻ്റെ മീൻ അതായത് അരിത്മെറ്റിക് മീനിൽ വരുന്ന വേരിയേഷനെയാണ് നമ്മൾ എന്തിൽ നോക്കണത്, മെയിൻ ചാർട്ടിൽ നോക്കുന്നത്. നമുക്കിതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യാമെന്ന് പ്രോബ്ലം വെച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ദ ഫോളോയിങ് ആർ ദ വാല്യൂസ് ഓഫ് മീൻ എക്സ് ബാർ ആൻഡ് റേഞ്ച് ആർ ഫോർ 20 സബ് ഗ്രൂപ്പ്സ് ഓഫ് 5 റീഡിങ്സ്. 5 റീഡിങ്ങുകളുടെ 20 സബ് ഗ്രൂപ്പ്സിൻ്റെ എക്സ് ബാറും ആറും തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 1.85, 1.81. അതായത് നമ്മൾ തന്നിട്ടുള്ളതിലത്തെ ഈ ലൈന് ഫസ്റ്റ് റോയും തേർഡ് റോയും ആണ് എന്ത് പറയുന്നത്, എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് ബാറിൽ ആദ്യം നമ്മൾ എന്താണ്, മീൻ ഓഫ് മീൻസ് കണ്ടുപിടിക്കണം. അതായത് എല്ലാ മീനും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ A2, D3, D4 എന്നൊക്കെയുള്ള കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ പിന്നെ അതുമാതിരി തന്നെ നമുക്ക് ആർ ബാറും കണ്ടുപിടിക്കണം. ആർ ബാർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എല്ലാ ആറും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര ഉണ്ടോ അത്, അതായത് 0.28, 0.14 അതൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇനി എക്സ് ബാർ ചാർട്ടിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ പ്ലസ് A2 ബാർ. നമുക്ക് എക്സ് ബാർ എത്ര കിട്ടി, 1.738 കിട്ടി. ആർ ബാർ 0.244 കിട്ടി. പിന്നെ A2 എന്നുള്ളത് 0.577 എന്നുള്ള ക്വസ്റ്റ്യനിൽ തരും. അത് വെച്ചിട്ട് നമ്മൾ അപ്പർ കൺട്രോൾ ലിമിറ്റ് കണ്ടുപിടിച്ച് ലോവർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്ലസ് A2 ബാർ എന്നുള്ളതിൻ്റെ വരെ എന്ത് കൊടുക്കുക, മൈനസ് A2 ബാർ എന്ന് കൊടുക്കുക. ഇനി കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.738 ആണ്. അപ്പോൾ നമ്മുടെ ഈ 3 ലിമിറ്റും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എക്സ് ബാർ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്ക്, നമ്മൾ താഴെ എത്ര സാമ്പിൾസ് ഉണ്ട്, 20 എണ്ണം. അപ്പോൾ സാമ്പിൾ നമ്പർ 1 മുതൽ 20 വരെ ഇട്ടു. ഇനി സാമ്പിൾ മീൻ വരയ്ക്കാൻ നമുക്കിവിടെ നോക്ക് ഏത് വാല്യൂസ്, നമുക്ക് 1.85, 1.81, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് 1.75, അങ്ങനെ 1 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഏത് മുതൽ 5 മുതൽ 8 വരെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളവിടെ വാല്യൂ എടുത്തു. 1.60, 1.65 അങ്ങനെ നമ്മുടെ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും വരുന്ന പോലെ നമ്മൾ വാല്യൂസ് എടുത്തു. എന്നിട്ട് നമ്മൾ 1.80 എന്നുള്ള ലോവർ കൺട്രോൾ ലിമിറ്റും അതുമാതിരി തന്നെ 1.88 എന്നുള്ള അപ്പർ കൺട്രോൾ ലിമിറ്റും ആയിട്ട് വരച്ചു. നടുവിൽ നമുക്ക് കൺട്രോൾ ലിമിറ്റ് എത്രയും തന്നിട്ടുണ്ട്, 1.73. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമ്മൾ 3 ലൈനും വരച്ചു. പിന്നെ നമ്മൾ ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ വാല്യൂ നമ്മുടെ ചാർട്ടിൽ എത്രയാണ് വരുന്നത്, 1.85. അപ്പോൾ ഈ പോയിൻ്റാണ് 1.85. അങ്ങനെ ഈ ഫ്ലക്ച്വേഷൻ വരുന്ന പോയിൻ്റ്, അതായത് ഓരോ സാമ്പിൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മളവിടെ എന്ത് വരച്ചു, നമ്മൾ ആ ഗ്രാഫ് വരച്ചു. അപ്പോൾ ആ ഗ്രാഫിൽ നോക്ക്, എല്ലാ പോയിൻറ്റ്സും നമ്മുടെ UCLൻ്റെയും LCLൻ്റെയും ഉള്ളിലാണോ, ഇതാണ് അപ്പർ കൺട്രോൾ ലിമിറ്റ്, ഇതാണ് എന്ത് പറയുന്നത്, ലോവർ കൺട്രോൾ ലിമിറ്റ്. അല്ല, ഒരു പോയിൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയാം, എക്സ് ബാർ എന്നുള്ളത് ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് പറയാം. ഇനി അതുമാതിരി തന്നെ കണ്ട, അപ്പോൾ ഒരൊറ്റ പോയിൻ്റ് പുറത്തേക്ക് പോയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, എക്സ് ബാർ ചാർട്ടിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് പറഞ്ഞു. ഇനി ആർ ചാർട്ടിൽ ഈ D3യുടെ വാല്യൂ 0 ആയതാണ്. ലോവർ കൺട്രോൾ ലിമിറ്റ് ആർ ചാർട്ടിൻ്റെ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പർ കൺട്രോൾ ലിമിറ്റ് തന്നെ D4 × ആർ ബാർ. ആർ ബാർ എന്നുള്ളത് 0.244 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ D4 എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, 2.115 ആവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ വാല്യൂസ്, അതായത് ഫസ്റ്റ് സാമ്പിളിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 0.28. സെക്കൻഡിൻ്റെത് 0.14, ഈ വാല്യൂസ്. അപ്പോൾ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സാമ്പിളിൻ്റെ എത്രയാണ് പറഞ്ഞത്, 0.28, പിന്നെ 0.14 അങ്ങനെ വെച്ചിട്ട് വരച്ചപ്പോൾ നമ്മുടെ അപ്പർ കൺട്രോളിനും ലോവർ കൺട്രോളിനും ഉള്ളിലായി എല്ലാ പോയിൻറ്റ്സും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആർ ചാർട്ട് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാം. ഇനി ഇതാണ് ഒരു മെത്തേഡിൽ വരാം. അടുത്തതിൽ എന്താണെന്നുള്ളത് നമുക്ക് 5 സാമ്പിളിൽ നിന്ന് നമുക്ക് എടുത്തിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ് സാമ്പിൾ, തേർഡ് സാമ്പിൾ, ഫോർത്ത് സാമ്പിൾ, ഫിഫ്ത്ത് സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ആദ്യം ഇതിൻ്റെയൊക്കെ മീൻ കണ്ടുപിടിക്കാം. സാമ്പിൾ നമ്പർ 1 മുതൽ 12 വരെ മീൻ കണ്ടുപിടിക്കാൻ ഇതൊരൊറ്റ സാമ്പിളിൽ നിന്ന് മീൻ കണ്ടുപിടിക്കില്ല. ഇൻ വിച്ച് സാമ്പിൾ ഓഫ് 5 എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5 ഉള്ള ഇതിവിടെ എന്താ കോളം വൈസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ 5 എടുത്തു. 19, 24, 80, 81, 81 ഒക്കെ കൂടി ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ചെയ്യുക? 5 കൊണ്ട് ചെയ്താൽ നമുക്ക് 57 കിട്ടും. അടുത്ത റോ എടുക്കുക, ഇതാ ഇത്. അപ്പോൾ 36, 54 അതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 64 കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക? മീൻ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിച്ചു. ഇനി റേഞ്ച് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ ഒരു റോ കണ്ട ഇതിലത്തെ ഏറ്റവും അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ. മാക്സിമം വാല്യൂ എത്ര? 81 മൈനസ് 19 എത്ര വരും? 62 വരും. 81 മൈനസ് 19 62. അടുത്തതിൽ വരുമ്പോൾ 84 മൈനസ് 36. അങ്ങനെ ഏറ്റവും വലിയ വാല്യൂ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ കുറച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റേഞ്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ എക്സ് ബാർ ഇവിടെ എക്സ് ബാർ എന്നുണ്ട്. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ എത്രയാണ്? 12 അല്ലേ. ഒക്കെ കൂടി ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ എക്സ് ബാർ പ്ലസ് A2 ബാർ എന്നുള്ളത് അപ്പർ കൺട്രോൾ ലിമിറ്റും എക്സ് ബാർ മൈനസ് A2 ബാർ എന്നുള്ളത് ലോവർ കൺട്രോൾ ലിമിറ്റും. ഇവിടെ A2ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്തേക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എക്സ് ബാർ മൈനസ് A2 ബാറും എക്സ് ബാർ പ്ലസ് A2 ബാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കിട്ടി. ഇനി ഇവിടെ നമ്മൾ സാമ്പിൾ നമ്പർ 1 മുതൽ 12 വരെ തന്നെ ഇപ്പോഴത്തെ വാല്യൂസ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നോക്ക്. നമുക്ക് എല്ലാ വാല്യൂസും വരുന്ന രീതിയിൽ കൊടുത്താൽ മതി. 19 മുതൽ 100 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ 10, 20, 30 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 5 വെച്ചിട്ടാണെങ്കിൽ 5, 10 അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിൻറ്റ്സ്, അതായത് ഓരോന്നിൻ്റെ നേരെയുള്ള പോയിൻറ്റ്സ് മുമ്പ് തന്നുള്ള ചാർട്ടിൽ ലൈൻ ഗ്രാഫില്ല ഉണ്ടത്. ലൈൻ ഗ്രാഫ് ആയാലും കുഴപ്പമില്ല, ഡോട്ട് ഗ്രാഫ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പോയിൻറ്റ്സ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പോയിൻ്റ് എന്തിൻ്റെ താഴെയാണ്? നമ്മുടെ ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രോസസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ഇനി ഇതുമായി തന്നെ ആർ ചാർട്ട് നോക്കുക. ആർ ചാർട്ടിൽ വാല്യൂസ് എടുത്തു. ആർ ബാർ കണ്ടുപിടിച്ചു. ആർ ബാർ എന്താ? നമ്മൾ ഓൾറെഡി റേഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് 12 സാമ്പിൾ നമ്പറിൻ്റെ. എന്നിട്ട് ഒക്കെ കൂടി ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. ആർ ചാർട്ടിൽ ഞാൻ പറഞ്ഞു ലോവർ കൺട്രോൾ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ ബേസ് ലൈൻ ആയിരിക്കും, 0 ആയിരിക്കും. എന്നിട്ട് നമ്മൾ ആ പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ലേ, അതൊക്കെ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഏത് പോയിൻറ്റ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്? ഈ എക്സ് ബാറും ആറും വാല്യൂസ്, ഈ വാല്യൂസാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരിക്കലും സാമ്പിൾ വാല്യൂസ് അല്ല, എക്സ് ബാറിൻ്റെയും റേഞ്ചിൻ്റെയും വാല്യൂസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തപ്പോൾ നമ്മുടെ നോക്ക് ഇതാണ് LCL, ഇത് UCL, എല്ലാ പോയിൻറ്റ്സും അതിൻ്റെ ഉള്ളിലല്ലോ വന്ന്. അപ്പോൾ അണ്ടർ കൺട്രോൾ. ആർ ചാർട്ടിൽ നമുക്ക് എന്ത് പറയാം? അണ്ടർ കൺട്രോൾ ആണെന്ന് പറയാം. ഒരു പ്രോസസ്സ് മൊത്തമായിട്ട് അണ്ടർ കൺട്രോൾ ആണെങ്കിൽ എക്സ് ബാറും ആർ ചാർട്ടും അണ്ടർ കൺട്രോളാണ്. ഇവിടെ എന്താണ്? എക്സ് ബാർ ചാർട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക? ഈ പ്രോസസ്സ് അണ്ടർ കൺട്രോൾ അല്ല എന്ന് പറയാം. ഈ രണ്ടെണ്ണമാണ് അപ്പോൾ കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസ് എന്നുള്ളതിൽ.